أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പരമാവധി പുലർത്തി അംഗീകരിച്ച് അവന് വഴിപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നടക്കുന്ന ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ നമ്മെ ബാധിക്കുകയില്ലല്ലോ, അതൊന്നും നമ്മളുമായി യാതൊരു ബന്ധവുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ കരുതിപ്പോയ സാഹചര്യങ്ങളാണ് മുന്നേ ഉണ്ടായിരുന്നത്. ഫലസ്തീൻ എന്ന രാജ്യത്ത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരപരാധികളായ മുസ്ലിം ഉമ്മത്തിനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കുകയും നിഷ്ഠൂരമായി വധിക്കുകയും മറ്റുമൊക്കെ ചെയ്തപ്പോ ഒരൽപ്പം നൊമ്പരമുണ്ടെങ്കിലും നമ്മളൊക്കെ നമ്മെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, നമ്മുടെ നാട്ടിലല്ലല്ലോ എന്നൊക്കെ നമ്മൾ കരുതി പോന്നിരുന്നു. പക്ഷേ ഇന്നിന്റെ സാഹചര്യത്തിൽ ഏതൊക്കെയോ അല്ലെങ്കിൽ നാമുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ചില രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുടെ അതിന്റെ പരിണത ഫലങ്ങളും തിക്താനുഭവങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നാം അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരൽപ്പം പ്രയാസങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന പല വസ്തുക്കൾക്കും ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത നമ്മൾ പലതും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ യുദ്ധത്തിന്റെ പരിണത ഫലങ്ങൾ നമ്മുടെ മനോമുഖരങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നത് നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതെന്തുകൊണ്ടാണ് ആമുഖമായി പറയുന്നത് എന്ന് ചോദിച്ചാൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈമാനുള്ളവരാണ്, വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും ഒരു മുസ്ലിമിന്റെ നിലപാടുകളും അവൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരു കഥയെന്നോണം അല്ലാഹു വിവരിച്ച ഒരു അധ്യായമാണ് സൂറത്ത് യൂസുഫ്. ആ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവചരിത്രമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അതിലുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു കഥാപശ്ചാത്തലമായി നമ്മൾ അതിന് നോക്കിക്കാണാൻ പാടില്ല. നേരെ മറിച്ച് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. കേവലം ഒരു കഥ പറയാൻ എന്തായിരുന്നാലും അല്ലാഹു തആല ഉദ്ദേശിക്കുകയില്ലല്ലോ. ആ കഥ വിവരിക്കുന്ന അഹ്സനുൽ ഖസസ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ കഥാകഥനം അത് ആവിഷ്കരിക്കുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, അതായത് ആ രാജാവ് സ്വപ്നം കാണുന്നു. 7 മെലിഞ്ഞ ഒട്ടകങ്ങൾ, തടിച്ച പശുക്കൾ
തടിച്ച പശുക്കളെ തിന്നുന്നതായി സ്വപ്നം കാണുന്നതും അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. ക്ഷേമകാലഘട്ടമാണിപ്പോൾ, ഐശ്വര്യത്തിന്റെ ധന്യതയുടെ കാലം. പക്ഷേ നിങ്ങൾ ദുർവ്യയം നടത്തരുത്, ധൂർത്തടിക്കരുത്. നിങ്ങൾ വരും കാലഘട്ടത്തിലെ ക്ഷാമത്തിന്റെ, ഈ ക്ഷേമകാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ക്ഷാമകാലഘട്ടത്തിന് വേണ്ടി നിങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തണം, ദുർവ്യയം നടത്തരുത്. ഇത് വലിയൊരു പാഠമാണ്, നമുക്കൊക്കെ വലിയൊരു പാഠമാണ് ഇതിലൂടെയുള്ളത്. നമ്മളിപ്പോ ഒന്നും അറിയാതെ, ഒരു പ്രയാസമില്ല, പ്രശ്നമില്ല, സുഖിച്ച് സുഖലോലുപരായി യഥേഷ്ടം ഭക്ഷിച്ചും ഭുഗിച്ചൊക്കെ നമ്മൾ കഴിയാൻ മുന്നോട്ട് പോവാൻ. അവിടെയാണ് ഈ ചരിത്രം, ഈ ഒരു കഥാപശ്ചാത്തലം നമ്മെ ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളിങ്ങനെ സുഖിച്ച് കഴിയേണ്ടവരല്ല, നേരെ മറിച്ച് വരാനിരിക്കുന്ന കാലഘട്ടവും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ ഈ നിൽക്കുന്ന സാഹചര്യത്തിന് പ്രതികൂലമായി ഭവിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർവ്യയം നടത്തരുത്, അനാവശ്യമായി ചെലവഴിക്കരുത് എന്നൊക്കെയുള്ളൊരു വലിയ പാഠം ഈ യുദ്ധ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവന്റെ വലിയ ക്വാളിറ്റിയായി പറഞ്ഞിട്ടുള്ളത് തവക്കുലിന്റെ ബോധമാണ് വിശ്വാസിക്കുണ്ടാവുക. ഏത് സാഹചര്യത്തെയും, ഏത് പ്രതികൂല പ്രതിസന്ധി സമയങ്ങളെയും സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ ഉള്ള ഇച്ഛാശക്തിയുള്ളവനായിരിക്കും വിശ്വാസി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമുക്കുണ്ടായാലും അവിടെ മുൻകരുതലുകൾ ആവശ്യമാണ്. അതോടൊപ്പം ഈ ഈമാനിന്റെ ശക്തി കാരണം, ഈമാനിന്റെ ശക്തി നിമിത്തം മുന്നോട്ട് ഗമിക്കുവാനുള്ള ഒരു പാഠവും കൂടി വിശ്വാസികൾ കൈകരുതലായി, നമ്മുടെ കരുതലായി കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പറയാൻ ഉദ്ദേശിച്ച വിഷയം, നമ്മളൊക്കെ വിശ്വാസികളാണ്, ഈമാനിന്റെ കരുത്തുമായി മുന്നോട്ട് പോകുന്നവരാണ്, പോകേണ്ടവരാണ്. അതോടൊപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ട, നാം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട, ഏത് സാഹചര്യങ്ങളുണ്ടായാലും, ഏത് സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, എന്റെ ജീവിതം, ഈ ദുനിയാവിലെ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്, ഒരവസാനമുണ്ട്. ഈ ദുനിയാവിലൊരു അവസാനമുണ്ട്. അത് അനന്തമായ ലോകത്തേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കമാണ്. അതിനാണ് നമ്മൾ മരണം എന്ന് നമ്മൾ ആലങ്കാരികമായി, അല്ലെങ്കിൽ ആ ഒരു പേരുകൊണ്ട് നാം പരിചയപ്പെടുത്തുന്നത്, മരണം. ആ മരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റാഹത്താണ്. മാത്രമല്ല, ഒരു വിശ്വാസി സദാസമയവും അവന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, താലോലിക്കുന്ന വികാരം, ചിന്ത എന്നുള്ളത് എന്റെ മരണം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ്. ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല പ്രയാസങ്ങൾ ഉണ്ടാകും. ലോകത്ത് എന്ന് മാത്രമല്ല, എന്റെ കുടുംബത്തിൽ പോലും എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഉണ്ട്. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും അള്ളാഹു നിശ്ചയിച്ച സുനിശ്ചിതമായ ഒരു വ്യവസ്ഥയാണല്ലോ മരണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ ദുനിയാവിൽ നാം വസിക്കേണ്ട രണ്ടിടങ്ങളാണ് പ്രധാനമായി. ഒന്ന്, ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കാലം, അത് ദുന്യവിയാണ്. അതോടൊപ്പം തന്നെ നാം പ്രസവാനന്തരം ഈ ഭൂമി ലോകത്ത് കഴിയുന്ന ജീവിതം, ഇത് രണ്ടും ഐഹികമായി നാം ജീവിച്ചു തീർക്കേണ്ട കാലഘട്ടമാണ്. എന്നാൽ പാരത്രികമായി ജീവിക്കേണ്ട രണ്ടു കാലഘട്ടമുണ്ട്, രണ്ടു തലങ്ങളുണ്ട്. ഒന്ന് മരണത്തിന് ശേഷമുള്ള ബർസഖി ലോകവും പിന്നീടുള്ള സ്വർഗ നരകങ്ങളുടെ ലോകമായ പരലോകവും. ഇങ്ങനെ നാലു കാലഘട്ടം അല്ലെങ്കിൽ നാലു കവാടങ്ങളിലൂടെ കടന്നു പോവേണ്ടവരാണ് നമ്മൾ എന്ന ബോധം, ഉത്തമ ബോധ്യം നമ്മിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവി പറയുന്നത്, മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു. മൗത്ത് എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് ഒരു കവാടമാണ്. വകുല്ലു നാസി ദാഖിലുഹു. ആ കവാടത്തിലൂടെ ഓരോ മനുഷ്യരും പ്രവേശിക്കുന്നതാണ്. ഫലൈത ശിഅരി ബഅദൽ ബാബി മദ്ദാറു. ഇതാണ് വിശ്വാസിയുടെ ആലോചന. പക്ഷേ എന്താണ്, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ത്, അൽ ബാബു ബഅദൽ ബാബി മദ്ദാറു, ഈ മരണമാകുന്ന കവാടത്തിന് ശേഷം എനിക്ക് വരാനിരിക്കുന്ന ഭവനം, എന്റെ വീട് എന്തായിരിക്കുമെന്ന് ഞാൻ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, സ്വർഗമാണോ നരകമാണോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരു കവി പാടി വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ചിന്തയാണ്
വിശ്വാസികളായ നമുക്കുണ്ടാവേണ്ടത്. എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്താകും എന്റെ മരണത്തിന് ശേഷമുള്ള എന്റെ പ്രയാണം എങ്ങോട്ടായിരിക്കും? ഈ ഒരു ബോധവും ചിന്തയും കാത്തു സൂക്ഷിക്കേണ്ടവരാണ് വിശ്വാസികൾ. എന്ന് കരുതി ദുനിയാവ് പാടെ ഉപേക്ഷിക്കണം, സന്യാസ ജീവിതം നയിക്കണം എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെയല്ല. അവനവന്റെ ബിസിനസ് ഉണ്ടാകും, കച്ചവടങ്ങൾ ഉണ്ടാകും, ഉദ്യോഗങ്ങൾ ഉണ്ടാകും, അവന്റേതായ ചുറ്റുപാടുകൾ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവണം. ദുനിയാവിനെ നിങ്ങൾ പാടെ ഉപേക്ഷിച്ച് വെറും മരിക്കണമല്ലോ, മരണചിന്ത മാത്രം, പരലോകത്തെ കുറിച്ച് ഇത് മാത്രമായിരിക്കണം ചിന്ത എന്നല്ല ഇസ്ലാമിന്റെ വീക്ഷണം. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് പക്ഷേ ഫസ്റ്റ് പറഞ്ഞതാണ്, ആദ്യം പറഞ്ഞത് പടച്ചവൻ നിനക്ക് നൽകിയത് ദുനിയാവിൽ എന്താണോ അതുകൊണ്ട് നീ ആദ്യം തേടേണ്ടത്, നീ ആദ്യം അത് മുഖേന എത്തിപ്പിടിക്കാൻ ശ്രമിക്കേണ്ടത് അദ്ദാറുൽ ആഖിറ, പരലോകത്തേക്ക് വേണ്ടിയാവണം. ആരോഗ്യം നന്നായിട്ട് പടച്ചോൻ തന്നു, നല്ല ധന്യത നൽകി, അതുപോലെ തന്നെ കഴിവ് നൽകി, എനിക്ക് ദേഹം കൊണ്ടും സാമ്പത്തികമായ ശേഷി കൊണ്ടും ഒക്കെ അല്ലാഹു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാരണങ്ങളിൽ നിഅമത്ത് വെച്ച് പരലോകത്തേക്ക് എനിക്ക് എന്തു മാറ്റിക്കൂട്ടുവാൻ, എന്ത് മാറ്റിവെക്കുവാനുണ്ട്, അവിടേക്കുള്ള സമ്പാദ്യമായി എന്റെ കയ്യിലുണ്ട് എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഖുർആൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ തൊട്ടുശേഷം ഖുർആൻ പറയാൻ വലാ തൻസ നസീബക മിനദ് ദുനിയ, എന്നാൽ ദുനിയാവിന്റെ നിന്റെ ഓഹരിയെ നീ വിസ്മരിക്കാൻ വേണ്ട, മറക്കണ്ട. നിന്റെ ദുനിയാവിലെ ഇടപാടുകൾ, നിന്റെ കച്ചവടം, അതിൽ വ്യാപൃതരാവണം, അതൊക്കെ ഉണ്ടാവണം. പക്ഷെ പരലോകത്തെ അതിനായിരിക്കണം പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ദുനിയാവിനെ നീ മറന്നു കളയേണ്ടതുമില്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബോധമാണ് വിശ്വാസികളെ മുന്നോട്ട് നയിക്കുന്ന കാര്യം. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, ഈ ചിന്തയാണ്. പരലോകമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇടം, അതാണ് എന്നെന്നും അവശേഷിക്കുന്ന ഇടം എന്ന ചിന്ത നിലനിർത്തേണ്ടവരാണ് വിശ്വാസികൾ എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണം എന്ന കവാടത്തിലൂടെ കടക്കേണ്ടവരാണ്. ഒരാൾക്കും പറയാൻ പറ്റൂല ഏത് സാഹചര്യം, ഏത് സന്ദർഭം, എവിടെ വെച്ച് ഒരാൾക്കും തന്നെ നിശ്ചയിക്കുവാൻ, കാലക്കൂട്ടി കണ്ടെത്തുവാൻ സാധിക്കാത്തൊരു പ്രതിഭാസമുണ്ട് എങ്കിൽ അത് മരണമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. എങ്ങനെ ഓടി അകലാൻ ശ്രമിച്ചാലും, ഏത് ചികിത്സ, ഏത് രൂപത്തിൽ പണം മുടക്കി ചികിത്സിച്ച് ഭേദമായി ഞാൻ സുഖലോലുപനായി അല്ലെങ്കിൽ എന്റെ പൂർണ്ണാരോഗ്യത്തോടുകൂടി ഞാൻ തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിലും അതിന്റെ സമയമെത്തിയിട്ടുണ്ട് എങ്കിൽ, ആ സ്ഥലമെത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്നെ ഒന്നും ബാധിക്കുകയില്ല എന്ന് വിചാരിച്ച് കൊട്ടിയടക്കപ്പെട്ട സുഭദ്രമായ കോട്ടക്കുള്ളിൽ നീ പോയി സംരക്ഷണം തീർത്താലും ശരി, ആ മരണം നിന്നെ പുൽകുക തന്നെ ചെയ്യും എന്ന ഖുർആനിന്റെ ആ അധ്യാപനം വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താവണം? അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം എന്താണ് ഇപ്പോൾ ഉള്ളത്? പല ആഗ്രഹങ്ങളുണ്ട് ദുനിയാവിലെ. നമുക്ക് എന്റെ വീട് പണി പൂർത്തിയായിട്ടില്ല, പണി പൂർത്തിയാവണം, അവിടെ കുടിയിരിക്കണം, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അത് കൃത്യമായി നടക്കണം. പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വരണം, കുടുംബത്തെ കാണണം, ഇതൊക്കെ സ്വപ്നങ്ങളായി പലപ്പോഴും അവശേഷിക്കാറുണ്ട്, ആഗ്രഹങ്ങളായി പലപ്പോഴും അവശേഷിക്കാറുണ്ട്, പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്നത് ഈ ആഗ്രഹങ്ങളൊക്കെ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ പക്കൽ മറുപടി അനിവാര്യമായും ഉണ്ടാവേണ്ട ഒരു ചോദ്യമുണ്ട്. എന്റെ മരണം എങ്ങനെയാകും? ഏതവസ്ഥയിലായിരിക്കും ഞാൻ മരിക്കുക? എന്റെ മരണം എങ്ങനെയാകും? ഏതവസ്ഥയിൽ, ഏത് സാഹചര്യത്തിലായിരിക്കും ഞാൻ മരണപ്പെടുക എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ അനാഥരാകുമല്ലോ, ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സമ്പാദ്യമായി ഒന്നുമില്ല,
വലിയ സമ്പാദ്യമോ സമ്പത്തോ ഒന്നുമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ കുടുംബം അന്യാധീനപ്പെട്ടു പോകും, അവർ നിരാരംഭരാകും, അവർക്ക് ആരും സംരക്ഷിക്കാൻ അവർക്ക് ആരും ഉണ്ടാവുകയില്ലല്ലോ, അവർക്ക് സ്വത്തായി സമ്പാദ്യമായി എനിക്കൊന്നും ചെയ്യാൻ എന്റെ ജീവിത കാലഘട്ടത്തിൽ സാധിച്ചില്ലല്ലോ എന്ന ആവലാദികളും വേവലാദികളും ഒക്കെയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷേ നമ്മൾ ആവലാതിപ്പെടേണ്ട കാര്യം ഈ ദുനിയാവിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ പഠിപ്പ് പടച്ചോ അതിന്റെ മുറക്കം അല്ലാഹു കൊണ്ട് നടക്കും. പക്ഷെ അവരവൻ ചിന്തിക്കേണ്ട കാര്യം എന്റെ അവസ്ഥ എന്തായിരിക്കും, ഇവിടെ ഞാൻ എന്ത് സമ്പാദിച്ചു, എന്തുണ്ടാക്കി വെച്ചു, എന്റെ മക്കൾക്ക് എന്തുണ്ടാക്കി വെച്ചു, അതൊക്കെ മക്കൾ ഉണ്ടാക്കട്ടെ, അവർക്ക് നമുക്ക് കൊടുക്കാം, അതൊക്കെ ആവശ്യമാണ് ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ആവലാതിപ്പെടേണ്ടത് അതിന്റെ പിറകിൽ മാത്രമായി കൂടാ എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ എന്തുണ്ട്, എനിക്ക് സമ്പാദ്യമായി നാളെ പാരത്രിക ലോകത്ത് എന്തായിരിക്കും ഉണ്ടാവുക, എന്ത് കോപ്പാണ് പടച്ചവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ളത് എന്ന ചിന്തയാവണം നമ്മിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഖുർആന്റെ വചനം അവരുടെ മനസ്സ് തട്ടും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് എന്താണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ ആത്മാവും ഓരോ മനുഷ്യരും ചിന്തിക്കട്ടെ. അങ്ങനെ ചിന്തിക്കും. ഈ ഒരു ബോധമുണ്ടെങ്കിൽ നാളത്തെ ലോകത്തെ കുറിച്ച് എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന ഉൾക്കിടിലം ആ ഉള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ തറക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ വിശ്വാസി ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന കാര്യം, പടച്ചോനെ എന്റെ അടുത്ത് എന്താ ഉണ്ടാവുക, ഞാൻ എന്ത് അമലാണ് ചെയ്തിട്ടുള്ളത് എന്ന ബോധ്യം അവനിലുണ്ടാകും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ്, അതേതാണ്? പരലോകത്തെ ചോദ്യം. അത് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാസിബു അൻഫുസകും. നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങളെ ഒന്ന് സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കണം. അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ്? ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നാളെ പരലോകത്തെ വിചാരണ വരുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടി ഒന്ന് കിടക്കാൻ നേരത്തെ ആലോചിച്ചാൽ മതി. എന്തൊക്കെ ഈ പകലിൽ ഞാൻ ചെയ്തത്, എന്റെ സംസാരത്തിൽ, എന്റെ നോട്ടത്തിൽ, എന്റെ പ്രവർത്തനത്തിൽ എല്ലാം, എന്റെ ഇടപെടലുകളിൽ എല്ലാം എന്ത് സംഭവിച്ചു, എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് ഒരാൾ വിശകലനം നടത്തുമ്പോ, ഒരു ആത്മപരിശോധന നടത്തുമ്പോ അവന്റെ മനസ്സിനെ കുറ്റമറ്റതാക്കുവാൻ അവന് സാധ്യമാകും എന്നുള്ളതാണ്. മാത്രമല്ല, അതെ, മആദിന്റെ ദിവസം, മടക്ക ദിവസം എന്ത് സൽക്രമങ്ങളാണ് എന്റെ കയ്യിലുള്ളത്. നാളെ പടച്ചവന്റെ മുമ്പിൽ റബ്ബിന്റെ മുമ്പിൽ എന്താണ് പ്രദർശിപ്പിക്കുവാനുള്ളത്, കാഴ്ചവെക്കാനുള്ള അമല് എന്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് ഓരോ ആളുകളും ആലോചിച്ചു കൊള്ളട്ടെ എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണ്. പല അർത്ഥത്തിലും നമ്മൾ കച്ചവടങ്ങളിലാണ് എങ്കിൽ, നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലാണ്, ഇടപാടുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ ബുദ്ധിയോടെ, നല്ല ചിന്താശേഷിയോടുകൂടി ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നവരാണ്. നമ്മൾ ഈമാനികമായി ചിന്തിക്കേണ്ട ബൗദ്ധികമായ, ബുദ്ധിപരമായ ഒരു ആലോചനയാണ്. അതിനെപ്പറ്റിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസ്, ബുദ്ധിമാനാരാണ്. മൻ ദാന നഫ്സഹു, തന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയവനാണ്. മരണാനന്തര ജീവിതത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ, അല്ലെങ്കിൽ തന്റെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച്, അതേപോലെ തന്നെ ഇച്ഛകളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് ആത്മാവിനെ നിയന്ത്രിച്ചവനാണ് ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ബുദ്ധിമാൻ, യഥാർത്ഥ ബുദ്ധിമാന്റെ സ്വഭാവ ഗുണവിശേഷണമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുക. മരണാനന്തര ജീവിതത്തിൽ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന ആലോചനയിൽ നിന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, എന്നാൽ ബുദ്ധിശൂന്യരെ കുറിച്ച്
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, വൽ ആജിസു മൻ ഇത്തബഅ നഫ്സഹു ഹവാഹാ വതമന്ന അല അല്ലാഹ്. അതെ, ആരാണ് ദുർബലൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യൻ ആരാണ്? അവൻ തന്റെ ഇച്ഛക്കനുസരിച്ച് തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരും താൻ തോന്നിയ പോലെ ജീവിക്കുന്നവരുമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, വിശ്വാസികളിൽ അഫ്ളൽ ആരാണ്, ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് പ്രവാചകൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് വിശ്വാസികളിലെ അഫ്ളലായ മനുഷ്യൻ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. എന്നിട്ട് അടുത്ത ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ് പ്രവാചകരെ? അവിടുത്തെ മറുപടി, അക്തറുഹും ലിൽ മൗതി ദിക്റൻ, മരിക്കും എന്ന ചിന്ത നിലനിർത്തുന്ന മനുഷ്യൻ, മരണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യൻ, അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് മറുപടി നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആഗ്രഹങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും, പല സ്വപ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സുനിശ്ചിതമായി അള്ളാഹു ഇതിൽ ഏർപ്പെടുത്തിയ ഒരു കാര്യം, അത് എവിടെ വെച്ച് മരിക്കും. ഇപ്പോ പ്രവാസികളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ അങ്ങനെയാവാം, എന്റെ നാട്ടിൽ കുടുംബത്തോടൊപ്പം എന്റെ മരണം എന്തായിരുന്നാലും പടച്ചോ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ആ കുടുംബത്തിന്റെ കൂടെ ജീവിക്കുമ്പോൾ ആവണം എന്നൊക്കെ ആഗ്രഹിക്കും. അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചിട്ട് ആ വീട്ടിലൊന്ന് കയറി കൂടിയിട്ട് അവിടുന്ന് ആവണം എന്റെ അന്ത്യം, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആവണം എന്റെ അന്ത്യം എന്നൊക്കെ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ മരണം സുനിശ്ചിതമാണ്, അത് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ സംഗതിയാണ്. ഈ ആഗ്രഹങ്ങൾക്ക് ഒരു പക്ഷെ നടക്കാം, നടക്കാതിരിക്കാം, അതെല്ലാം അല്ലാഹു അഅലം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. അതുകൊണ്ടാണ് എവിടെ വെച്ചാ മരിക്കുക, എന്തെല്ലാം അനുഭവങ്ങളാണ്, വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഗൾഫിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്, എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് ഇനി ഒന്നുമില്ല, ഫ്ലൈറ്റ് കയറുക വരിക, ഈ ഒരു ഏർപ്പാട് മാത്രമേ ഉള്ളൂ. അങ്ങനെ കയറി വന്നു, പക്ഷേ എയർപോർട്ടിലേക്ക് പുറത്തേക്ക് വരുന്നത് ആ മനുഷ്യന്റെ മയ്യത്താണ്. അങ്ങനെയാണ് ഈ കുടിയിരുന്ന വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ, വാർത്തകൾ എത്രയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു കാര്യം, എന്റെ മരണം അള്ളാഹു നിശ്ചയിച്ചതാണ്. എവിടെയാണ് എനിക്കറിയില്ല, എങ്ങനെയായിരിക്കും, പടച്ചോനെ നല്ല രൂപത്തിലാവണം എന്ന് പ്രാർത്ഥിക്കാം, എന്ന് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം എന്നതല്ലാതെ എവിടെ ഏത് സാഹചര്യത്തിൽ അത് അല്ലാഹു മാത്രം അറിയുന്ന വിഷയമാണ്. പ്രിയമുള്ളവരെ, നമുക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്താണ്? ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങൾക്ക് സമാധാനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. നമുക്കുള്ള ഏക ആശ്വാസം അതാണ്. നമ്മുടെ ഈമാനിൽ കളങ്കമില്ല, അള്ളാഹു അടിയുറച്ച് വിശ്വസിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തില്ല. നമ്മൾ ആരും നേർച്ചകളോ വഴിപാടുകളോ ആരാധനയിൽ ഏതെങ്കിലും ഒരു വശം പടച്ചോനല്ലാത്തവർക്ക് നമ്മൾ സമർപ്പിക്കുന്നില്ല. നമ്മൾ കറകളഞ്ഞ ഈമാനുള്ളവരാണ്, അല്ലേ? നമ്മൾ അള്ളാഹ്ക്ക് മുമ്പിലല്ലാതെ തലകുനിക്കില്ല. സുജൂദ് അല്ലാഹ്ക്ക് മാത്രം, സൃഷ്ടികൾക്ക് മുമ്പിൽ അതില്ല. ചാറങ്ങളിലോ കബറടങ്ങളിലോ എവിടെയും നമ്മൾ തലകുനിക്കാറില്ല. എന്തേ കാരണം? എന്റെ നാഥൻ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വം, നീ നിന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, നീ നിന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി എന്നുള്ള നിലയിൽ എന്റെ ഈമാനിൽ ഒരു കളങ്കവുമില്ല. ഇങ്ങനെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്ന ഒരു ആശ്വാസത്തിന്റെ വാക്കുണ്ട്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ആരെങ്കിലും സൽക്കർമ്മം പ്രവർത്തിക്കുകയാണ് എങ്കിൽ, പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വഹുവ മുഅ്മിൻ. ഖുർആന്റെ ഒരു പ്രഖ്യാപനം അതാണ് ബേസ്. വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാവണം, ഈമാനുള്ളവനാവണം. ഈമാനിൽ ഒരു അല്പം പോലും കളങ്കം ഉണ്ടാവാൻ പാടില്ല, ചാഞ്ചല്യം ഉണ്ടാവരുത്. അങ്ങനെയെങ്കിൽ ആ ആണാവട്ടെ പെണ്ണാവട്ടെ അങ്ങനെ സൽക്കർമ്മം പ്രവർത്തിച്ചാൽ
ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് മാന്യമായ വളരെ ത്വയ്യിബത്തായ നല്ല ജീവിത മാർഗം അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കുമെന്ന്. അത് ദുനിയാവിലെ മാത്രം വിഷയമല്ല, പരലോകത്തും അങ്ങനത്തെ. ദുനിയാവിലും പരലോകത്തും അവർക്ക് ഏറ്റവും നല്ല ഹയാതൻ ത്വയ്യിബതൻ, വളരെ ത്വയ്യിബത്തായ ഉത്കൃഷ്ടമായിട്ടുള്ള ജീവിത വിഭവങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും. ആർക്ക്? വിശ്വാസികൾക്ക്, കറകളഞ്ഞ ഈമാനുള്ളവർക്ക്, തൗഹീദുള്ളവർക്ക് എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറയാം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈമാൻ അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് എന്തെങ്കിലും കലർപ്പുകൾ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓരോ രാത്രിയും കിടക്കാൻ നേരത്ത് വിശ്വാസത്തിന് വല്ല അപാകതയും പറ്റിയിട്ടുണ്ടോ എന്ന മാറ്റുരയ്ക്കുന്ന, അത് വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഈ ഈമാനിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും ഉണ്ടാവരുത്, ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചാൽ ആ കറകളഞ്ഞ വിശ്വാസത്തിന്റെ ബലത്തിൽ പരലോക മോക്ഷം നമുക്ക് അനിവാര്യമായും ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സ്ഥലത്ത് വെച്ച് മരിക്കേണ്ടി വന്നാലും കറകളഞ്ഞ മുവഹിദായി, തൗഹീദുള്ള ഈമാനുള്ള മുഅ്മിനായി അല്ലാഹു നമുക്ക് ഏവർക്കും മരണം വരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശ്വാസം, സൽക്കർമ്മം, ഇത് രണ്ടും ഉണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കക്ക് അവിടെ സ്ഥാനമില്ല. പാപങ്ങൾ ഉണ്ടാകും, തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ മഹത്തായ ഫضل കൊണ്ട് മാപ്പ് ലഭിക്കാൻ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അത് പടച്ചോൻ സ്വീകരിക്കുകയും ചെയ്യും. ശിർക്ക്, കുഫർ, ഹറാമുകൾ ഇതെല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, വരുന്നുണ്ട് എങ്കിൽ നല്ലോണം കരുതുകയും തൗബ ചെയ്ത് മടങ്ങുകയും അല്ലാതെ വേറെ നിർവാഹമില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈമാന് കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും പടച്ചവൻ പകരം തരുന്നതാണ് സ്വർഗം എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വിശ്വാസി ആയതുകൊണ്ടും എന്റെ കർമ്മങ്ങളുടെ ഖനം കൊണ്ടുമാണ് എനിക്ക് പടച്ചവൻ അതിന് പകരമായിട്ടാണ് സ്വർഗം തരുന്നത് എന്ന് നമ്മൾ ആരും ധരിക്കരുത്. അങ്ങനെ തരാനുള്ള ഒരു ഇടമല്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തിയാൽ മതി. എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത്, അതിലതൊക്കെ എന്തെല്ലാം അപാകതകളുണ്ട്, അതിനൊക്കെ പകരമാണോ അത്യുന്നതമായ സ്വർഗം? ഒരിക്കലും അല്ല. അപ്പൊ എന്റെ കർമ്മങ്ങൾക്ക് പകരമുള്ളതല്ല സ്വർഗം, നേരെ മറിച്ച് അള്ളാഹുവിന്റെ മഹത്തായ എന്റെ വിശ്വാസത്തിന്റെയും അതിനെ ബലപ്പെടുത്തുന്ന എന്റെ പ്രവർത്തനങ്ങളും കൊണ്ട് പടച്ചവൻ അത് കാരണമാണ്. ആ സ്വർഗം എനിക്ക് ലഭ്യമാകുവാനുള്ള രണ്ട് കാരണമാണ്. ഒന്ന് എന്റെ വിശ്വാസം, മറ്റൊന്ന് എന്റെ പ്രവർത്തനങ്ങൾ. അല്ലാതെ എന്റെ വിശ്വാസവും എന്റെ പ്രവർത്തനങ്ങൾക്കും പകരമുള്ളതാണ് എന്ന മനോഭാവം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ലൈ യദ്ഖുല അഹദും മിൻകും അൽ ജന്ന ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പോകുമെന്ന് കരുതണ്ട എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട മാത്രം സ്വഹാബത്ത് ചോദിക്കുന്നു, വല അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ അങ്ങനെയാണോ? താങ്കളും താങ്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ആ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു നയം ശരിയാണോ എന്ന ചോദ്യത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി വല അന, ഞാനും അങ്ങനെ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയില്ല, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗപ്രവേശനം ലഭ്യമാവുകയില്ല. അപ്പൊ നമ്മളാരും അപ്പൊ വേറെ നമ്മൾ ചിന്തിക്കും, അല്ലല്ലോ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് അനന്തരം കിട്ടുന്നതാണ് സ്വർഗം എന്ന് ഖുർആനിലുണ്ടല്ലോ. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ നിങ്ങൾക്ക് സ്വർഗമുള്ളത്, പ്രതിഫലമുള്ളത് എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പകരമാണ് സ്വർഗം എന്ന് ഖുർആനിൽ എവിടെയോ ഇല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആറാഫിലും ബഖറയിലൊക്കെ പറഞ്ഞു, ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിന്റെ കാരുണ്യം അത് സൽക്കർമ്മം ചെയ്യുന്ന സുഹൃതവാന്മാർക്ക് ഏറ്റവും അടുത്താണ്. അപ്പൊ സൽക്കർമ്മം ചെയ്യുക, വിശ്വാസം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അല്ലാഹു നൽകുന്ന റഹ്മത്താണ്, ആ കാരുണ്യമാണ്
പ്രവിശാലമായ സ്വർഗം എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ അമലുകൾ കൊണ്ട്, വിശ്വാസങ്ങൾ കൊണ്ട് മാത്രം, വിശ്വാസം കൊണ്ട് മാത്രം പകരം കിട്ടുന്ന ഒന്നല്ല സ്വർഗം എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം എന്റെ സ്വർഗപ്രവേശനത്തിന്റെ രണ്ടും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്റെ ഈമാനും അതുപോലെ തന്നെ എന്റെ സൽക്കർമ്മങ്ങളും എന്ന തിരിച്ചറിവിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുക. മരിക്കാൻ സദാ സന്നദ്ധരാവുക. ഏത് സമയത്തും എന്നെ റബ്ബ് തിരിച്ചു വിളിക്കും, അത് എവിടെ വെച്ച്, ഏത് സാഹചര്യത്തിൽ. അതുകൊണ്ട് എന്റെ ആരോഗ്യമുള്ള കാലം, ഒരിക്കലും ഞാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ മരിക്കൂല എന്ന് പറയാനോ, അല്ലെങ്കിൽ അനാരോഗ്യമുള്ള സമയത്ത് എനിക്ക് മരണം എളുപ്പമാകും എന്ന് വിചാരിക്കാനോ, എന്ന് പറഞ്ഞാൽ രോഗം, രോഗികൾ, വാർദ്ധക്യം, ഇതാണ് മരണത്തിന്റെ കാരണം എന്ന് ആരും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്റെ യൗവനം, എന്റെ ചെറുപ്പം ഒരിക്കലും എന്നെ മരണം പുലുകുകയില്ല എന്നും വിചാരിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഏത് സാഹചര്യത്തിലും മരിക്കാൻ സന്നദ്ധരായി ഈമാൻ പുതുക്കി, ഈമാനിനെ ബലവത്താക്കി, അതിൽ കളങ്കമില്ലാതെ പോറയേൽക്കാതെ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതാന്ത്യം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് അംഗീകരിച്ച് അവന് മാത്രം ഇബാദത്തുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു കരുത്തും ഈമാനികമായ ആ ഒരു ബലവും അതാണ് നമുക്ക് വേണ്ടത്. അതിന് നിരന്തരം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, അറിഞ്ഞുമറിയാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ എല്ലാം പൊറുക്കുന്ന ഗഫാറും തവ്വാബുമായ അല്ലാഹുവേ, ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ബർസഖി ലോകം ധന്യമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, വീടുകളിലുണ്ട്, അയൽപക്ക ബന്ധങ്ങളിലുണ്ട്, കുടുംബ ബന്ധങ്ങളിലൊക്കെയുണ്ട്. അർഹമുർ റഹീമിനായ അല്ലാഹുവേ, രോഗശമനം നൽകി ജീവിതത്തിൽ സലാമത്തും ആഫിയത്തും ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും യുദ്ധങ്ങളും അതിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമിനായ അല്ലാഹുവേ, അടിമകളോട് കാരുണ്യം ചൊരിയുന്ന അല്ലാഹുവേ, എല്ലാറ്റിനും പരിഹാരം കണ്ട് ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين.